നിങ്ങൾക്ക് ഈ റീൽസ് ഒക്കെ എടുക്കാൻ പറ്റിയ ടൈപ്പ് സംഭവങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. മൊത്തം വിയറ്റ്നാമിലെ ഏറ്റവും പൈസ കൂടിയ ഷോപ്പിംഗ് മാർക്കറ്റാണ് ഇത്. ആക്ച്വലി ഫാമിലിയെ ഞാൻ 3 സിറ്റിയിലും കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ മിസ്സായി കഴിഞ്ഞാൽ ചിലപ്പോൾ കംബോഡിയയിൽ എത്തുന്നതാണ് ഈ ഗൈഡ് പറഞ്ഞത്. വിയറ്റ്നാമിലെ ഏറ്റവും വലിയ നഗരമാണ് ഹോച്ചിമിൻ സിറ്റി. മുമ്പ് സൈഗൺ എന്നറിയപ്പെടുന്ന ഹോച്ചിമിൻ സിറ്റി സൗത്ത് വിയറ്റ്നാമിലാണ് ഉള്ളത്. ഹോച്ചിമിൻ സിറ്റീൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പഴയതും പുതിയതുമായ സംസ്കാരത്തിൻ്റെ ഒരു മിക്സാണിത്. ഞങ്ങളുടെ വിയറ്റ്നാം ട്രിപ്പിലെ അവസാനത്തെ ഡെസ്റ്റിനേഷനാണ് ഹോച്ചിമിൻ സിറ്റി. ടാൻ സൻ നാട്ട് ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ഇവിടുത്തെ എയർപോർട്ട്. ഞങ്ങളൊരു ദിവസം രാത്രിയാണ് ഇവിടെ എത്തുന്നത്. ഇതാണ് ഞങ്ങളുടെ റൂമൊക്കെ നീറ്റായിരുന്നു. ഈ റൂമിന് ഒരു 3000 ഉള്ളിലാണ് റേറ്റ് വന്നത്. പിന്നെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റ് ഇതിൽ ഇൻക്ലൂഡ് ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ നല്ലതായിരുന്നു. ഞങ്ങൾ ഡിസ്ട്രിക്ട് 1 എന്ന് പറഞ്ഞ സ്ഥലത്താണ് റൂം എടുത്തത്. അവിടെ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതാണ് ഹോട്ടലിൻ്റെ ഫ്രണ്ട് സൈഡ്. ഡുക് വോങ് ഹോട്ടൽ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ GS25 7-Eleven പോലത്തെ ഷോപ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അഫോർഡബിളായിട്ട് ഫുഡൊക്കെ വാങ്ങിക്കണമെങ്കിൽ ഇവിടുന്ന് വാങ്ങിക്കാം. ഇതിൽ GS25 ആണ് 7-Elevenേക്കാളും ചീപ്പർ. പിന്നെ ഇതിനടുത്ത് തന്നെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യൻ ഫുഡ് കഴിക്കണമെങ്കിൽ അവിടെയും പോവാം. ഞങ്ങളൊരു സ്കൂട്ടർ അതിനോട് എടുത്തു. ആക്ച്വലി സ്കൂട്ടർ റൈഡൊക്കെ ഇവിടെ കുറേ ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വന്നാൽ എടുക്കുക. ഇവിടെയൊക്കെ കുറച്ച് അടുത്തടുത്ത സ്ഥലങ്ങളാണ്. ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ഒക്കെ ഉള്ളിൽ. അപ്പോൾ അതൊക്കെ ഇറങ്ങാൻ ഒരു സ്കൂട്ടർ എടുക്കുന്നതിലേക്ക് ലാഭം. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഞങ്ങൾ സൈഗൺ സെൻട്രൽ പോസ്റ്റ് ഓഫീസിലേക്കാണ് പോകുന്നത്. അതിൻ്റെ അടുത്ത് തന്നെ അത്യാവശ്യം കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കാണാൻ. അപ്പോൾ ഇതൊക്കെ അവിടെ നിന്ന് അടുത്തടുത്തുള്ള സ്ഥലങ്ങളാണ്. നിങ്ങൾക്ക് സ്കൂട്ടറിൽ പോകേണ്ട ആവശ്യമുള്ളൂ. ഫ്രഞ്ച് കൊളോണിയൽ ആർക്കിടെക്ചറിൽ ഉണ്ടാക്കിയ ബിൽഡിംഗ് ആണിത്. ഇവിടെ നമുക്ക് സൊവനിയേഴ്സൊക്കെ വാങ്ങിക്കാം. പക്ഷേ മറ്റു സ്ഥലം കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് കോസ്റ്റ്ലിയാണ്. അതുകൂടാതെ ഇവിടെ നമുക്ക് പോസ്റ്റ് കാർഡ്സ് അയക്കാം, ഇവിടുന്ന് എവിടേക്ക് വേണമെങ്കിലും. അപ്പോൾ കുറേ പേരൊക്കെ ഇങ്ങനെ അവിടുന്ന് പോസ്റ്റ് കാർഡ്സ് അയക്കുന്നുണ്ടായിരുന്നു. പോസ്റ്റ് ഓഫീസിന് അടുത്ത് തന്നെയാണ് ഇവിടുത്തെ ഒരു ബുക്ക് സ്ട്രീറ്റ് ഉള്ളത്. ഒരു ഫേമസ് സ്ട്രീറ്റാണ്. ഇവിടെ ഇവർ നമ്മളുടെ ഫേസ് വരച്ചിട്ട് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് കീ ചെയിനൊക്കെ ആക്കി തരും. അത് ഒരെണ്ണത്തിന് 100K ഒക്കെയാണ് പറയുന്നത് ഒരാളുടെ ഫേസ് ചെയ്യാൻ. അതൊരു 350 രൂപയോളം വരും. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് നോട്രഡാം കത്തീഡ്രൽ ചർച്ച്. അവിടെ ആ സമയത്ത് റെനോവേഷൻ നടക്കുമായിരുന്നു. അതിനുള്ളിലേക്ക് കയറാൻ പറ്റിയില്ല. പിന്നെ ഇവിടുന്ന് കുറച്ചും കൂടെ നടന്നു കഴിഞ്ഞാൽ ഇവിടെ ഹോച്ചിമിൻ മ്യൂസിയം ഉണ്ട്. 30,000 വിയറ്റ്നാമീസ് ഡോങ് ആണ് ഇവിടുത്തെ ഒരു എൻട്രി ഫീ. അതായത് ഒരു 100 രൂപ വരും. ഹോച്ചിമിനിൽ കുറച്ചും കൂടെ ചൂടുണ്ട്. നമ്മുടെ നാട്ടിൽ പോലത്തെ ക്ലൈമറ്റാണ്. വെയിൽ അത്ര ഇല്ല, ഒരു ഡിമ്മായിട്ടുള്ള വെയിലാണ്. പക്ഷേ കുറച്ചിങ്ങനെ വിങ്ങുന്നുണ്ട്, ചൂടൊക്കെ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഹോച്ചിമിനിൽ മാക്സിമം ഒരു 2 ഡേയ്സ് നിന്നാൽ മതി. എനിക്കിന്നിവിടെ ഭയങ്കര വിൻ്ററിൽ കുറച്ചും കൂടെയൊക്കെ ബെറ്റർ ആയിരിക്കും ക്ലൈമറ്റ്. പിന്നെ ഇത് സൗത്ത് ആണല്ലോ, അതുകൊണ്ട് ഇവിടെ അങ്ങനെ നോർത്തിൽ പോലത്തെ തണുപ്പൊന്നും ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. യൂറോപ്യൻ സ്റ്റൈൽ ആർക്കിടെക്ചറിലാണ് ഈ മ്യൂസിയം പണിതിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ വെഡ്ഡിങ് ഷൂട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ തിരക്കൊക്കെ അത്യാവശ്യം കുറവാണ്. വിയറ്റ്നാമീസ് ഹിസ്റ്ററിയെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. വിയറ്റ്നാമീസ് ട്രഡീഷണൽ ആർട്സ്, ക്രാഫ്റ്റ്സ് അതൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ 1 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇറങ്ങാം. അപ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് ആവാനായി ഉണ്ടാവും. അപ്പോൾ വെയിലുള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ ഏതെങ്കിലും മോളിൽ പോകുന്നത് നല്ലത്. ഇവിടെ കുറേ വലിയ മോൾസ് ഉണ്ട്. സൈഗൺ സെൻറ്റർ, വിൻകോം സെൻറ്റർ, എയോൺ ഷോപ്പിംഗ് മോൾ, ക്രസൻ മോൾ, അങ്ങനെ കുറേ എണ്ണം. ഞങ്ങളിപ്പോൾ പോകാൻ പോകുന്നത് തിസോ മോളിലേക്കാണ്. ഇവിടെ ഒരു മെട്രോ ഷോ ഉണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണ് അവിടേക്ക് പോകാൻ ഓർത്തത്. ഇവിടുത്തെ 4th ഫ്ലോറിലാണ് മെട്രോ ഷോ ഉള്ളത്. ഇതൊരു ആർട്ട് പ്ലസ് ലൈറ്റ് എക്സിബിഷനാണ്. പിന്നെ വെർച്വൽ റിയാലിറ്റിയും ഉണ്ട്. VR ഇല്ലാത്ത ടിക്കറ്റാണ് ഞങ്ങൾ എടുത്തത്. അതിനൊരു 700 സംതിങ് ഒക്കെ ആയി. നിങ്ങൾക്ക് ഈ റീൽസൊക്കെ എടുക്കാൻ പറ്റിയ ടൈപ്പ് സംഭവങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഞാനൊരു റീൽസ് കണ്ടിട്ടാണ് വന്നത്. നമുക്കൊരു 1 മണിക്കൂറൊക്കെ നടന്ന് കാണാനുള്ള ഐറ്റംസ് ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ട് വരിക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ഏതെങ്കിലും ഇൻഡോർ ഷോപ്പിംഗ് മാർക്കറ്റിലൊക്കെ പോയാലും മതി. പിന്നെ നിങ്ങൾക്ക് ഇവിടുത്തെ മാർട്ടിൽ നിന്ന് എന്തെങ്കിലും ഫുഡൊക്കെ വാങ്ങി കഴിച്ചിട്ട് പോവാം. മാർട്ടിൽ കുറച്ചും കൂടെ അഫോർഡബിൾ ആയിരുന്നു. ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾ സെൻട്രൽ പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്തുള്ള ഏരിയയിലേക്ക് വരിക. അവിടെ ഈ ഓപ്പൺ ബസ് ഉണ്ട്, സിറ്റി മുഴുവൻ കറക്കുന്ന. ഒരു 1 hour റൈഡ് എടുക്കുന്നത് നല്ലതായിരിക്കും. വൈകുന്നേരം 4 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരാളുടെ ടിക്കറ്റ് 145K ആണ്. അതായത് ഒരു 500 രൂപയൊക്കെ വരും. ഞങ്ങൾ 1 hourൻ്റെ റൈഡാണ് എടുത്തത്. ഞങ്ങൾ കയറുമ്പോൾ സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ 4 മണിക്കൂറിൻ്റെ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് സർവീസോ അല്ലെങ്കിൽ 24 ഹവേഴ്സിൻ്റെയോ എടുക്കാം. 4 മണിക്കൂറിൻ്റെ ആണെങ്കിൽ ആ ഒരു ടൈമിൽ ഇവരെവിടെയെങ്കിലുമൊക്കെ ഇറക്കും. എന്നിട്ട് നിങ്ങൾക്ക് അവിടെ കാണാം. പിന്നെ അടുത്ത ഇവരുടെ വണ്ടി വരുമ്പം കയറി പോവാം. അങ്ങനെ 4 മണിക്കൂറിൽ ഇവിടുത്തെ കുറച്ച് മെയിൻ സ്പോട്ടൊക്കെ കറങ്ങാം. 24 ഹവേഴ്സിൻ്റെ ആണെങ്കിൽ നിങ്ങൾ കയറുന്ന ആ ടൈം സ്റ്റാർട്ട് ചെയ്തിട്ട് അടുത്ത ദിവസം ആ ടൈം വരെ നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ഇതിൽ കയറി ഇറങ്ങാം. എന്നിട്ട് ഈ സിറ്റി മുഴുവൻ കാണാം.
ഇതൊരു 1 ഹവറിനെങ്കിലും എടുക്കുന്നത് നല്ലതായിരിക്കും. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ ഇറങ്ങുമ്പോഴത്തേക്കും നല്ല ഇരുട്ടായി. പിന്നെ ഞങ്ങൾ ബൊയ്വിയൻ വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് പോയി. ഇവിടെ നൈറ്റാണ് ആക്റ്റീവ്. ഇത് നമ്മളുടെ ഹോട്ടലിൻ്റെ തൊട്ടടുത്താണ്. ജസ്റ്റ് 1 മിനിറ്റ് പോലും നടക്കാനില്ല. ഇവിടെ ഈ പട്ടായ നൈറ്റ് സ്ട്രീറ്റ് ഒക്കെ പോലത്തെ ഒരു വൈബാണ്. ഇതൊക്കെ താല്പര്യമുള്ളവർക്ക് ഇവിടെ ഇങ്ങനെ കുറേ ടൈം സ്പെൻഡ് ചെയ്യാം. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ കൊച്ചി ടണൽ ടൂർ പോകാൻ പോവാണ്. ഇത് ഇവിടുന്ന് അത്യാവശ്യം ദൂരമുള്ളൊരു സ്ഥലമാണ്. ഞങ്ങൾ ക്ലോക്കിൽ നിന്നാണ് ഇതിന് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അതുകൊണ്ട് പിക്കപ്പിന് നമ്മളുടെ ഹോട്ടലിൻ്റെ കുറച്ച് അടുത്തേക്ക് തന്നെ ഇവരുടെ ബസ് വന്നു. ഇതിൻ്റെ ടിക്കറ്റ് ബുക്കിംഗ് ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് ബുക്ക് ചെയ്യാം. ഒരു 1.5-2 മണിക്കൂറോളം ദൂരമുണ്ട് അങ്ങോട്ടേക്ക്. അതുകൊണ്ട് ഇങ്ങനെ ടൂർ ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. 1200 സംതിങ് ആണ് ഈ ഒരു ടൂറിന് ഒരാൾക്ക് ആയത്. ഇതിൻ്റെ എൻട്രി ഫീ തന്നെ 500 അടുത്തുണ്ട്. അതൊക്കെ അതിൽ ഇൻക്ലൂഡാണ്. ഇതാണ് ഞങ്ങൾ ടൂർ ഗൈഡ്. അപ്പോൾ ഇവരുടെ വയ്യാതെ നമ്മളങ്ങനെ നടന്നാൽ മതി. For 29 years, but just the hand and the basic tool. It's in like the sickle and the basket, but just by hand. But they did over 250 kilometers long. Yeah. വിയറ്റ്നാം വാർ നടക്കുന്ന സമയത്ത് ഇവിടുത്തെ ആളുകളുടെ പ്രധാന ഒളിത്താവളമായിരുന്നു ഈ കൊച്ചി ടണൽ. ഇതൊരു 250 കിലോമീറ്റർ നീളമുള്ളൊരു വലിയ നെറ്റ്വർക്കാണ് മണ്ണിൻ്റെ അടിയിൽ. ഇതിനുള്ളിൽ വീടുകൾ മാത്രമല്ല, ഹോസ്പിറ്റൽ, സ്കൂള്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ആക്ച്വലി ചുറ്റും നല്ല കാടാണ്. അപ്പം നമ്മൾ മിസ്സായി കഴിഞ്ഞാൽ ചിലപ്പോൾ കംബോഡിയയിൽ എത്തുന്നതാണ് ഈ ഗൈഡ് പറഞ്ഞത്. അതുകൊണ്ട് ഗൈഡിനെ നോക്കി നടക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ബോർഡർ വരുന്നത് കംബോഡിയാണ്. പക്ഷേ ഞങ്ങൾ മാപ്പ് നോക്കിയപ്പോൾ അത്യാവശ്യം ദൂരത്താണ്. ഇവിടുത്തെ സോയിലൊക്കെ എന്താ വോൾക്കാനോ സോയിലെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ കുഴിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ഒരു ഏരിയ തന്നെ അവർ ഈ ടണൽസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തതെന്നാണ് പറഞ്ഞത്. ഇത് ബോംബ് ഇട്ട് കഴിഞ്ഞാൽ തകരാത്ത മണ്ണാണ് പോലും. അതുകൊണ്ടൊക്കെയാണ് ഈ സ്ഥലത്തിന് അവർ ചൂസ് ചെയ്തതെന്ന് പറയുന്നത്. പണ്ട് അവർ ശത്രുക്കളെ വീഴ്ത്താൻ വേണ്ടി ഉണ്ടാക്കിയ പലതരം ട്രാപ്പുകളാണ് ഇതൊക്കെ. ഇവിടെ ഇവരിങ്ങനെ മാർക്ക് വെച്ചിട്ടുണ്ടാവും. അതിനർത്ഥം ഇതിൻ്റെ അടിയിൽ ഒരു സീക്രട്ട് എൻട്രൻസ് ഉണ്ടെന്നാണ്. നിങ്ങൾക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഈ ടണലിൻ്റെ ഉള്ളിൽ കൂടെ പോകാനൊക്കെ ഉള്ള അവസരം കിട്ടും. ആക്ച്വലി ഇതിൽ കുറച്ച് ഏരിയ മാത്രമേ ഉള്ളൂ നമ്മൾക്ക് വേണ്ടി തുറന്നു തന്നിട്ടുള്ളൂ. ബാക്കി കുറേ ഏരിയ ഗവൺമെൻറ് പ്രൊട്ടക്ഷനിലാണ്. ഇവിടെ നിങ്ങൾക്ക് AK-47 ഒക്കെ യൂസ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് പക്ഷേ കോസ്റ്റ്ലി ആണ്. 10 ബുള്ളറ്റിന് 750 വീഴേണ്ടി വരും. നിങ്ങളിവിടെ വന്നിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കോട്ടോ അല്ലെങ്കിൽ ഇയർ കൊണ്ടുവന്നോ. കാരണം അത് വെച്ചപ്പോൾ ഭയങ്കര സൗണ്ട് ആയിരുന്നു. ഇതിൻ്റെ കയ്യിൽ ഒരു ടൂർ വെച്ചതാ. വീഡിയോ സമയത്തൊക്കെ നല്ല സൗണ്ട്. ഈ ടണലിൽ താമസിച്ചുകൊണ്ടിരുന്നവർ കപ്പയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അവർ നമുക്ക് കപ്പ തരും. Mom. Bye. Hi. Hi. Bye. Yo. Yo. ടണലിലുള്ള കിച്ചണിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പം അടുപ്പിൽ നിന്നുള്ള പുക പൈപ്പ് വഴി അവരിങ്ങനെ പുറത്തേക്ക് വിടും. പുലർച്ചെ മാത്രമേ ഒരു കുക്ക് ചെയ്തിരുന്നുള്ളൂ. കാരണം ശത്രുക്കൾ മുകളിൽ നോക്കുമ്പം ഈ പുക മഞ്ഞാണെന്ന് കരുതുമല്ലോ. ആക്ച്വലി ഫാമിലിയിലെ ഞാൻ 3 സിറ്റിയിലും കണ്ടിട്ടുണ്ടായിരുന്നു. ഇവർക്ക് ഫൈനലി ഹോച്ചിമിനിലും കണ്ടു. ഇതുപോലത്തെ ചെറിയ ടണലിൽ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് വീഡിയോസൊക്കെ എടുക്കാം. ഇതിപ്പോൾ റീൽസിലൊക്കെ ഭയങ്കര ഹിറ്റാണല്ലോ. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ആളുകൾ നടക്കുന്നൊന്നുമില്ല. പക്ഷേ ഇതും ഉള്ളിലേക്ക് കുറേ ഉണ്ട്. ടണൽ തന്നെയാണ്. കുറേ കരിയിലകളൊക്കെ മൂടി കിടക്കുകയാണ്. നമുക്ക് ചുമ്മാ ഇറങ്ങിയിട്ട് കയറാം, അത്രേ ഉള്ളൂ. ഞങ്ങൾ കൊച്ചി ടണൽ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഇവിടെ അടുത്തുള്ള ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ ലഞ്ചും കഴിച്ചു. പിന്നെ ഇപ്പോൾ സ്കൂട്ടർ റെൻറ്റിന് എടുത്തിട്ട് ഞങ്ങൾ ഇനിയിപ്പം കവർ ചെയ്യാത്ത സ്ഥലങ്ങൾ കവർ ചെയ്യാതിരിക്കുകയാണ്. അപ്പോൾ അതിന് തന്നെ വാർ റെമനന്റ് മ്യൂസിയം ഉണ്ട്. അത് ഇന്നലെ കാണാൻ പറ്റില്ല. അപ്പം അവിടെ പോയായിരിക്കും ആദ്യം. നമ്മൾ കൊച്ചി ടണലിൽ നിന്ന് ഉച്ചയ്ക്ക് 3 മണിക്കൊക്കെ ശേഷം തിരിച്ചെത്തും. അങ്ങനെ ഞങ്ങൾ വാർ റെമനൻസ് മ്യൂസിയത്തിലെത്തി. വിയറ്റ്നാം വാറിൻ്റെ ഭീകരതയും ചരിത്രവും കാണിക്കുന്ന ലോകത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മ്യൂസിയങ്ങളിൽ ഒന്നാണ് ഈ വാർ റെമനൻസ് മ്യൂസിയം. ഇവിടെ രാവിലെ 7 തൊട്ടിട്ട് വൈകുന്നേരം 5:30 വരെ ഓപ്പൺ ആയിരിക്കും. പക്ഷേ 5 മണി വരെ എൻട്രി സമ്മതിക്കുള്ളൂ. നിങ്ങളുടെ 4 മണിക്കെങ്കിലും എത്തിയാലേ ഉള്ളൂ നിങ്ങൾക്ക് ഇതെല്ലാം കണ്ടു തീർക്കാൻ പറ്റുള്ളൂ. മ്യൂസിയത്തിൻ്റെ പുറത്ത് US സൈന്യത്തിൽ നിന്നും പിടിച്ചെടുത്ത ടാങ്കുകളും ഹെലികോപ്റ്ററുകളും യുദ്ധവിമാനങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. യുദ്ധം ഇവിടുത്തെ ജനതയെ എങ്ങനെ ബാധിച്ചു എന്ന് കാണിക്കുന്ന കുറേ പിക്ചേഴ്സും അതിൻ്റെ കുറേ സ്റ്റോറീസ് എല്ലാം ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്.
ഈ ഒരു മ്യൂസിയം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അന്ന് നടന്ന വാറിൻ്റെ ഭീകരത എത്രയാണെന്ന് ശരിക്കും മനസ്സിലാവും. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് നവീൻ ഹുയെ വാക്കിംഗ് സ്ട്രീറ്റ് ഉണ്ട്, അങ്ങോട്ടേക്ക് പോവാം. അവിടെ നിങ്ങൾക്ക് രാത്രി വരെ ടൈം സ്പെൻഡ് ചെയ്യാം. അവിടെ സ്ട്രീറ്റ് മ്യൂസിഷ്യൻസ്, ഡാൻസേഴ്സ്, പബ്ലിക് ഇവൻറ്റ്സ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ കുറേ കഫേസ്, റെസ്റ്റോറൻറ്റ്സ് അതെല്ലാം ഉണ്ട്. ഇതൊരു ഫേമസ് കഫേ അപ്പാർട്ട്മെൻ്റ് ആണ്. ഈ ഒരു ബിൽഡിംഗ് ഫുള്ള് കഫേസാണ്. ഇത് ഇവിടുത്തെ ഒരു ഫേമസ് സ്പോട്ടാണ്. ഞങ്ങളിവിടെ വന്നപ്പം ഇവിടെ ഇങ്ങനെ ഒരു ആൾക്കൂട്ടം കണ്ടപ്പോൾ ഞങ്ങൾ പോയി നോക്കി. അപ്പോൾ ഇവിടെ എല്ലാവരോട് ചോദിച്ചപ്പോൾ മനസ്സിലായത് ഇത് ഇവിടുത്തെ ഒരു ആക്ട്രസ് ആണെന്ന്. ഇവിടെ ഹോച്ച്മിൻ്റെ ഒരു സ്റ്റാച്യു ഉണ്ട്. ഈ വിയറ്റ്നാമിൻ്റെ ഫൗണ്ടിങ് ഫാദറാണ് ഈ ഹോച്ച്മിൻ. വിയറ്റ്നാം വാറിൻ്റെ ടൈമിൽ പ്രസിഡൻ്റ് ആയിരുന്നു ഇദ്ദേഹം. നിങ്ങൾ എന്തായാലും ഹോച്ച്മിൻ വരികയാണെങ്കിൽ ഒരു ദിവസം നൈറ്റ് സ്പെൻഡ് ചെയ്യുക, എന്തായാലും ഈ സ്ട്രീറ്റിൽ വരണം. ഇവിടെ എന്ന് വെച്ചാൽ നല്ല കാറ്റും ഉണ്ട്, ഭയങ്കര പീസ്ഫുള്ളാണ്, ഭയങ്കര ബഹളവും ഇല്ല. ആൾക്കാർ അത്യാവശ്യം ഉണ്ടെങ്കിൽ പോലും അത്ര ബഹളം കാര്യങ്ങളൊന്നും ഇല്ല. നടക്കാൻ നല്ല രസമുണ്ട്, നല്ല കാറ്റ് കിട്ടുന്നുണ്ട്. അപ്പുറത്തൊരു ബീച്ചുള്ളതുമായിട്ട് കാറ്റ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ മുടി പറക്കുന്ന കണ്ടാൽ മനസ്സിലാവില്ല അല്ലേ. ഇവിടുത്തെ ഒരു ഷോപ്പിംഗ് മാർക്കറ്റാണ് ഈ സൈഗൺ സ്ക്വയർ. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ ഷോപ്പ് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഡേ ആണ്. ഞങ്ങൾ ഫ്ലൈറ്റ് വൈകുന്നേരമാണ്. അപ്പോൾ ഒരു ഉച്ചവരെ ഇവിടെ ഇനിയിപ്പോൾ കറങ്ങാൻ ടൈമുള്ളൂ. അപ്പം ഇനിയിപ്പം ഇവിടെയുള്ള കുറച്ച് മാർക്കറ്റിൽ പോകാമെന്ന് വിചാരിക്കുന്നത്. സെൻട്രൽ മാർക്കറ്റും പിന്നെ ഇവിടുത്തെ ഫേമസ് ആയ ബെൻതാങ് മാർക്കറ്റും, ഈ രണ്ടെണ്ണം നമ്മൾ വിസിറ്റ് ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇന്നത്തെ പ്ലാന്. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ റൂം ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തിട്ട് ലഗേജ് അവിടെ തന്നെ വെച്ചതാണ്. എല്ലാ ഹോട്ടലിലും അങ്ങനെ വെക്കാൻ പറ്റും, നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. പിന്നെ ഇനിയിപ്പം ഉച്ചയാകുമ്പോൾ വന്ന് ബാഗ് എടുത്തിട്ട് എയർപോർട്ടിൽ പോകാനാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ സെൻട്രൽ മാർക്കറ്റ് എത്തി. ഇതൊരു ഇൻഡോർ മാർക്കറ്റാണ്. ഇത് അത്യാവശ്യം നീറ്റായൊരു മാർക്കറ്റാണ്. ഇവിടെ സാധനങ്ങളുടെ വിലയൊന്നും അത്ര ഭയങ്കര കുറവൊന്നുമില്ല, പക്ഷേ അത്യാവശ്യം ക്വാളിറ്റി തോന്നി. അതുകൊണ്ട് നിങ്ങൾ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഇവിടെ കൂടുതലും ഡ്രസ്സിൻ്റെ ഒക്കെ സ്റ്റോറാണ്. അത് അത്യാവശ്യം നല്ല മെറ്റീരിയലുള്ള ലിനൻ്റെയും അങ്ങനെ കുറേ ഐറ്റംസൊക്കെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വിലയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഐറ്റംസ് വേണമെങ്കിൽ വാങ്ങിക്കാം. അവിടുന്ന് പിന്നെ ഞങ്ങൾ ബെൻതാങ് മാർക്കറ്റിലേക്ക് പോയി. ഇത് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയൊരു ഷോപ്പിംഗ് മാർക്കറ്റാണ്. ഇതൊക്കെ ഇൻഡോർ മാർക്കറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് പകൽ പോകുന്നേക്കും നല്ലത്, വെയിലുള്ള സമയത്ത്. ഇത് ഭയങ്കര റേറ്റാണ്. നമ്മൾ ഇതുവരെ കണ്ട മാർക്കറ്റ് പോയല്ല. മൊത്തം വിയറ്റ്നാമിലെ ഏറ്റവും പൈസ കൂടിയ ഷോപ്പിംഗ് മാർക്കറ്റാണ് ഇത്. സാധനങ്ങളൊക്കെയാണ് ഡനാങ്ങിലും ഹനോയിലൊക്കെ ഇതിൻ്റെ പകുതി വിലയ്ക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നിങ്ങൾ അവിടെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇവിടുന്ന് ഒന്നും വാങ്ങരുത്. ഇവിടുത്തെ പല ഷോപ്പുകളും ഫിക്സ് പ്രൈസ് ഷോപ്പുകളാണ്. അതുകൊണ്ട് റേറ്റൊന്നും അവർ കുറയ്ക്കില്ല. പിന്നെ ഞങ്ങളിവിടുന്ന് പോകുന്നു. ഞങ്ങളിവിടുന്ന് എയർപോർട്ടിലേക്ക് പോകാൻ പോവാണ്. അങ്ങനെ നമ്മുടെ ഹോച്ച്മിൻ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഹോച്ച്മിൻ ട്രിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കാൻ, ഞാൻ റിപ്ലൈ തരാം. പിന്നെ ഹാനോയിൻ്റെയും ഡനോങ്ങിൻ്റെയും വ്ളോഗ് കാണാത്തവരാണെങ്കിൽ അതും കാണാം. അതിനവിടെ സൈഡിൽ ലിങ്ക് കൊടുക്കാം. ഫുൾ വിയറ്റ്നാം ട്രിപ്പിൻ്റെ പ്ലാൻ അറിയണമെങ്കിൽ അതിൻ്റെ ഒരു വ്ളോഗ് ഇടുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഗൈഡ് കിട്ടും എങ്ങനെ ട്രിപ്പ് പ്ലാൻ ചെയ്യാമെന്നൊക്കെ. അപ്പം അതിറങ്ങുമ്പോൾ അതും കൂടെ കാണാം. അതിൻ്റെ ലിങ്കും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഡിസ്ക്രിപ്ഷനിൽ. ഓക്കെ ദെൻ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.